ഇല്ല. എന്നിട്ട് ആ ഓഫീസ് പയ്യനെ വിളിക്കാൻ ചോദിച്ചടാ മോനെ അന്ന് ഞാൻ നിനക്കൊക്കെ നാണമുണ്ടോടി നാണം? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും. കുറച്ചെങ്കിലും ഉളുപ്പ്. ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ നാലാൾ അറിയപ്പെടുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾ വലിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ച് സ്വന്തം വല്യമ്മേനെ എടി പൊടിയെന്ന് വിളിക്കുക, അവരെ പീഡിപ്പിക്കുക, അവരെ തെറി പറയുക. കുറച്ചെങ്കിലും ഉളുപ്പ് വേണോടി. നാണവും മാനവും ഇല്ലാത്ത പെണ്ണെ. നിങ്ങളുടെയൊക്കെ വീഡിയോ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കയറിപ്പോയി. കാരണം ഒരു വല്യമ്മയോട്, ഈ അമ്മൂമ്മയോട് ഹാന എന്ന് പറയുന്ന സിനിമാ നടി വാട്സപ്പിൽ ഫോൺ വിളിച്ച് പറഞ്ഞ വൃത്തികേടുകൾ ആ അമ്മൂമ്മ ഇപ്പോൾ ലൈവായിട്ട് വിഷ്വലായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അവർ തമ്മിലുള്ള വിഷയം, ആ വീട്ടിലെ വേറെ ആർക്കുമില്ല ഈ അമ്മൂമ്മയോട് ഇത്ര ദേഷ്യം, ഈ അഹാനയ്ക്ക് മാത്രം. നമുക്ക് നോക്കാം ആ അമ്മൂമ്മ പറയുന്ന വാക്ക് നോക്കാം. നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി നാണോ മാനമില്ലാത്തവളെ. അങ്ങനെ തന്നെ പറയണം. കാരണം നീക്ക് എന്തിനടി ഈ പോത്ത് പോലെ വളർന്നിട്ട് ഒരു ബോധം വേണ്ട, ലബലാശ ബോധം വേണ്ട. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, ഇന്നലെ ചെയ്തതിൻ്റെ അതിനകത്ത് ഞാൻ പറയുകയും ചെയ്തു, ഇത്രയും നിങ്ങളുടെ പുഴുക്കുത്തുകൾ വീട്ടിൽ നടക്കുന്ന ഇതാണ്. നമ്മൾ ഒരുപാട് പേര് സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെയും ആരാധനയോടെയൊക്കെ നോക്കുന്ന, ഒത്തിരി ബഹുമാനത്തോടെ നോക്കുന്ന. പക്ഷേ ഈ അമ്മയോട് നീ ചെയ്തത് എന്തൊരു കടുപ്പമായിപ്പോയി. നീ എന്നാ പറഞ്ഞേ, അമ്മയ്ക്ക് ആപ്പിൾ കൊടുക്കാൻ പറ്റില്ല. ഹോം നേഴ്സിനെ നിങ്ങൾ തന്നെ വിട്ടിട്ട് ആ ഹോം നേഴ്സിൻ്റെ ചെവിയിൽ ഫോണിൽ ഹോം നേഴ്സിനെ കച്ച കെട്ടി വിട്ടേക്കുക. ആപ്പിള് ഒരു കഷ്ണം പോലും വല്യമ്മയ്ക്ക് കൊടുക്കരുത്. ഇടി കണ്ണിച്ചോരയില്ലാത്ത പെണ്ണെ, കണ്ണിച്ചോരയെങ്കിലും നിനക്കുണ്ടോടി? ഇത്രയും കല്ലായിട്ടുള്ള മനസ്സാണ്. ഒരു അമ്മൂമ്മയ്ക്ക് ഒരു പഴവർഗ്ഗമോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ആ അമ്മൂമ്മ പറയുന്നത് കേൾക്കാൻ പാടില്ല. ആ പെണ്ണുങ്ങൾക്ക് വട്ടാന്ന് പറയുന്നത്. നിനക്ക് തന്നെ വട്ട്. നിനക്കാണ് മാനസിക രോഗം. നമുക്ക് നോക്കാം എന്താണ് അമ്മൂമ്മ പറയുന്നത് നോക്കാം. കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ, കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തതെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ഭയങ്കര കഷ്ടം തന്നെ. ഇത് കണ്ട് ഇരിക്കാൻ പോലും പറ്റാത്തൊരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. കാരണം നിങ്ങൾ തന്നെ അത് കണ്ടില്ലേ, ഈ അമ്മൂമ്മ പറയുന്നത് കണ്ടില്ലേ? ഇത്രയും വൃത്തികേടുകളാണ് ഓരോ ഹോം നഴ്സുമാരോടും പറയുന്നത്. അവിടെ വരുമ്പോൾ പിന്നെ ആ ഹോം നഴ്സുമാർ ഈ അമ്മയോട് പെരുമാറുന്നതും അങ്ങനെയാണ്. ഒരു കണ്ണിച്ചോരയില്ലാത്ത എപ്പോഴും ഒച്ചപ്പാടും ബഹളവും അല്ലെങ്കിൽ ഉടക്കും. ഇപ്പോൾ ഈ വിവരങ്ങൾ ഇന്ന് ഇവർ പങ്കുവെച്ച വീഡിയോ, തൻവി എന്ന് പറയുന്ന ആ പെൺകുട്ടി, ഞാൻ വിചാരിച്ച തൻവി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്
ഇവർ വെറുതെ അബദ്ധം പറ്റിയാന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇന്ന് തൻവി തന്നെയാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത്. തൻവി അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഇതിൽ കയറി നോക്കാൻ പറ്റും. ഞാനിത് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഈ സിന്ധു എന്ന് പറയുന്ന സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഈ സ്വന്തം മകള്, ആ സ്വന്തം മകള് ചെയ്തതിനെപ്പറ്റി ഒരു അമ്മ കണ്ണീരോടെ പറയുന്നുണ്ട്. സ്വന്തം അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത തുണികൾ പോലും ഇവൾ എടുത്തോണ്ട് പോകാന്നാണ്. അതിലും ഈ അമ്മയുടെ സ്വഭാവം തന്നെ മകൾക്ക് കിട്ടിയെന്ന് പറയാം. അഹാന കൃഷ്ണകുമാർ എന്ന് പറയുന്ന സിനിമ നടിക്കും അമ്മയുടെ അതേ സ്വഭാവം തന്നെ കിട്ടി. അഹാന കൃഷ്ണകുമാർ എന്ന് പറയുന്ന സിനിമാ നടിക്ക് സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്നത് അത് തന്നെയാണ്. സ്വന്തം അമ്മ പഠിപ്പിച്ചേക്കുന്നത് ഇതൊക്കെയാണല്ലോ. അമ്മ എന്നെ ചെയ്തെന്ന് നിങ്ങൾ കേട്ടില്ല. അമ്മ എന്നെ ചെയ്തെന്ന് നമുക്ക് നോക്കാം. അപ്പം എനിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴും മേടിച്ച് വെച്ച തുണി വരെ, ഈ അമ്മയ്ക്ക് ഉടുക്കാൻ കൊടുത്ത തുണി വരെ മേടിച്ചിട്ട് പോയി. അപ്പോൾ ഇവരെക്കുറിച്ച് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഇത് സംഭവം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ അമ്മയുടെ കുടുംബം വീടൊക്കെ വിറ്റിട്ടാണ് അപ്പൂപ്പനെ ഗൾഫിൽ വിടുന്നതെന്നും, ഈ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തേതാണ്. ഇവരുടെ നല്ല കാലത്ത് ഈ അപ്പൂപ്പൻ ഗൾഫിൽ പോയത് ഇവർ ഒരു സാധാരണ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയായിരുന്നു. ആ ഫാമിലിയിൽ നിന്ന് അപ്പൂപ്പൻ വളരെ കഷ്ടപ്പെട്ടാണ് ഗൾഫിൽ പോയി പൈസയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും ഇവർക്ക് കിട്ടാത്തതിൻ്റെ കുറേ കടിയും ഇതിനകത്തുണ്ട്. കുറേ കുശുമ്പും പുന്നായ്മയാണ് ഇതിനകത്ത് കുറേ ഉള്ളത്. അവർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് വാർദ്ധക്യമായപ്പോഴത്തേക്കും ഈ അമ്മേനെയും വേണ്ട അപ്പനെയും വേണ്ട. അപ്പനെയും അമ്മേനെയൊക്കെ മര്യാദയ്ക്ക് നോക്കുമായിരുന്നെങ്കിൽ ആ അപ്പച്ചൻ കുറേ കാലം കൂടി ജീവിച്ചിരുന്നേനെ. ഈ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ സ്വന്തം അമ്മയോട് ഇതാ പ്രകൃതമെങ്കിൽ ഭാവിയിൽ സ്വന്തം മക്കൾ ഇതിലും വലുത് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ. ഈ അഹാന ഈ അമ്മയുടെ പിറ്റോ കോപ്പിയാണ്. ഞാനും വിചാരിച്ച് ഇന്നലെ അഹാന ചാനലിൽ വന്ന് പറയുമ്പോൾ അയ്യോ വളരെ പതിവ്രത വന്നിരുന്ന വേഷവും കാണണം. ഇവിടെ മുഴുവൻ ഓപ്പണാക്കി. അതായത് അത്രയും പേര് ഇത് കണ്ടിരിക്കണം. ഞാൻ പക്ക നിരപരാധിയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ കുടുംബത്തിൽ ഈ അമ്മയോട് ഇത്രയും കലഹിക്ക് അടിയുണ്ടാക്കി ആ അമ്മേനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ പെണ്ണൊറ്റയിരുത്തിയ അവളുടെ ഇവരുടെ ഫാമിലി ഗ്രൂപ്പിലിട്ടേക്കുന്നത് എന്ത് വൃത്തികേടാണെന്നറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇടി പൊടിന്ന് വിളിക്കാൻ മാത്രം ഈ നേരത്തെ നടക്കുന്ന സംഭവം, 3 കൊല്ലം മുമ്പ് നടക്കുന്ന സംഭവം, അല്പമെങ്കിലും ബഹുമാനം വേണ്ടേ? അത്രമാത്രം ഇവള് ദേഷ്യപ്പെടാനായിരിക്കുന്നു ഈ അമ്മമാരുടെ അടുത്ത്. പിന്നെ അമ്മ സഹി കേട്ടിട്ടാണ് ഞാൻ തിരിച്ച് തെറി പറയേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരെ നോക്കുന്നത് ജന്മം നൽകി എന്നുള്ള ഒറ്റ ഇതും കൊണ്ട് മാത്രം ഇവളൊക്കെ നോക്കുന്നത്. ഈ അഹാനയുടെ അമ്മ ജന്മം നൽകി എന്നുള്ള ഉളുപ്പ് വേണം, കുഴപ്പം. നിന്നെയൊക്കെ കയ്യിലെടുത്ത് അല്ലേ ഒരു കാലഘട്ടത്തിൽ വളർത്തി വലുതാക്കി കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ഈ വിഷയമുള്ളൂ. അതിന് മുമ്പ് വരെ നിങ്ങളെ പെങ്ങന്മാർ 3 മക്കൾ 4 മക്കളുള്ളവർ മറ്റേ സഹോദരിയുടെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടതൊക്കെ തന്നത് ഈ വല്യമ്മയാണ്. ഈ വല്യമ്മയുടെ കരുതലും സ്നേഹവും സാമീപ്യവും ഇല്ലെങ്കിൽ ആരും വളരുമില്ല. നിൻ്റെ അമ്മ പോലും വളരുമില്ല. ബിന്ദുകൃഷ്ണ എന്ന് പറയുന്ന പെണ്ണുങ്ങളോ തന്നെ ഭൂമി പൊട്ടിമുളച്ചൊന്നുമല്ല. ആ മക്കളുടെ മകളല്ലേ, ആ അമ്മയുടെ അച്ഛൻ്റെ മകളല്ലേ. ആ അമ്മയുടെ അച്ഛൻ്റെ മോളായിരുന്നിട്ട് അവർ ജന്മം നൽകി, അവർ നിന്നെ വളർത്തി ഇത്രയാക്കി. നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3-4 മക്കളും കൊണ്ട് ആ വീട്ടിൽ പോയി താമസിക്കുന്നു. കൃഷ്ണകുമാറിന് വിവാഹം കഴിച്ച് ജീവിക്കുന്നു. കുറച്ചെങ്കിലും ഉളുപ്പ് പണ്ട് കണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഒന്നും കൂടെ നമുക്കത് വിശദമായിട്ട് ഫുൾ ലെന്തിൽ ഞാനത് കേൾപ്പിക്കാം. ആദ്യം മുതൽ ഞാനത് കേൾപ്പിക്കുക ഫുൾ ലെന്തിൽ. നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. ഒരതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി
എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കണതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലേ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും. ഇതാണ് സത്യം. ഇത് ഞാൻ ആദ്യം കരുതിയത് ഇത്രയും സത്യമൊന്നും ഇവർ തുറന്നു പറയായിരുന്നു. പക്ഷേ തൻവി എന്ന് പറയുന്ന ആളുടെ ചാനൽ വഴിയാണ് കംപ്ലീറ്റ് കാര്യം A to Z അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. അവർ നോക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും. ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ആൾ ഇവരെ നോക്കിയിട്ടില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല, ഇവരെ കെയർ ചെയ്തിട്ടില്ല എന്നും സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ആകെപ്പാടെ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ 3-4 വർഷമായി അപ്പൂപ്പൻ്റെ മരണശേഷം, അപ്പൂപ്പൻ മരിക്കാറായപ്പോൾ അവർ കാണിച്ച ആ ക്രൂരത, മൃഗീയമായ ക്രൂരത. ഞാൻ ഇവരുടെ ഒക്കെ ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്നൊക്കെ ഞാൻ കരുതി ഇവരുടെയൊക്കെ മനസ്സ് നല്ലതാണെന്നാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചോരയില്ലാത്ത വൃത്തികെട്ട സാധനങ്ങളാണ്. ഒരു തരം താന്ന് ഈ എന്താ പറയണ്ടേ, കോളനികളേക്കാൾ കഷ്ടമാണ് അവരുടെ ജീവിതം. അല്ല അങ്ങനെ പറയില്ലേ, കോളനി സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിലും നാണം കെട്ട സംസ്കാരം. കുറച്ച് തൊലിവെളുപ്പമുണ്ട്, ഇങ്ങനെ ആണുങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു ബ്ലോഗിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്വന്തം ചാനലിൽ വന്നിട്ട് എല്ലാം അയ്യോ ഞാൻ പ്രതിബദ്ധതയാണ്, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ പ്രതിബദ്ധതയാണ്, ആ അമ്മൂമ്മയ്ക്ക് വട്ടാന്ന് പറഞ്ഞ്, ആ അമ്മൂമ്മയ്ക്ക് മാനസിക രോഗമാണെന്നും പറഞ്ഞിട്ടാണ് അത്രയും പേര് അവിടെ 20ഓളം പേര് ഹോം നേഴ്സ് വന്നുപോയി. അവരോട് മുഴുവൻ പറഞ്ഞേക്കുന്ന അമ്മൂമ്മയ്ക്ക് വട്ട, അതിനോട് സംസാരിക്കരുത്. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്ത് വീഡിയോ ആക്കി ഈ വരുന്ന ഹോം നേഴ്സ് ഈ പെണ്ണിന് അയച്ചു കൊടുക്കും. എന്തൊരു മനസ്സാടി നിൻ്റെയൊക്കെ, പുഴുത്ത് ചാവുള്ളൂ നീയൊക്കെ. ഓ, അത് ആ അമ്മ പറയുന്നത് കേട്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നത്. പക്ഷെ എന്തൊരു കഷ്ടം എന്നാലോചിച്ചോട്ടെ. നിങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ വിവരവും ബോധമുള്ളതെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഒരു സിനിമയിലേക്ക് അഭിനയിക്കുന്നവരും കുറച്ചും കൂടെ ഒരു വീട്ടിലെ മൂത്ത സഹോദരിയല്ലേ, അല്പമെങ്കിലും വിവരം ഉണ്ടെന്നെങ്കിലെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അമ്മ പറയുന്നത് വെച്ചിട്ട് ബാക്കിയുള്ള മക്കളാണ് ഏറ്റവും നല്ലത്, ബാക്കിയുള്ള 2 മക്കൾ പെൺപിള്ളേർ 3 മക്കളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അവരിപ്പോൾ എന്തായാലും പുറത്തു വിടും. ഇപ്പോൾ ഇത്രയും പുറത്തു വിട്ടല്ലോ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, അത് നിങ്ങളെ കാണിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.